കൂടുതൽ അപ്ഡേറ്റുകൾ നൽകാനായി ഞങ്ങളുടെ പ്രതിനിധി ശിവദാസ് കന്മനം ചേരുന്നുണ്ട് തത്സമയം. ശിവദാസ്, കണ്ണൂർ കപ്പ് ഉറപ്പിക്കാറായോ? ശ്യാംബാബു സംസ്ഥാന സ്കൂൾ കലോത്സവം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് വളരെ കുറച്ച് മത്സരങ്ങൾ മാത്രമാണ് ഉള്ളത്. സമാപന ദിവസം കൂടിയാണ്. കഴിഞ്ഞ 4 ദിവസമായി ആവേശകരമായി തന്നെയാണ് തൃശ്ശൂർ ജില്ല ഈ കലോത്സവത്തെ ഏറ്റെടുത്തിരിക്കുന്നത്. അവസാന ദിവസമായ ഇന്നും ആളുകളുടെ സാന്നിധ്യം, ആസ്വാദകരുടെ ഒക്കെ സാന്നിധ്യം നമുക്ക് എല്ലാ വേദികളിലും കാണാൻ കഴിയും. ഇന്ന് പക്ഷേ വളരെ കുറച്ച് മത്സരങ്ങൾ മാത്രമാണ് ഉള്ളത്. അല്പസമയത്തിൻ്റെ അകം തന്നെ ഈ മത്സരങ്ങളെല്ലാം തന്നെ പൂർത്തിയാകും. നമുക്ക് ഇഞ്ചോടിഞ്ച് മത്സരം തന്നെയാണ് ഓരോ വേദികളിലും ഉണ്ടായിരുന്നത്. ഓരോ ജില്ലകളിൽ തമ്മിൽ അത്തരത്തിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയായിരുന്നു നടന്നിരുന്നത്. നിലവിലിപ്പോൾ 1003 പോയിന്റോടെ കണ്ണൂർ ജില്ല തന്നെയാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. അല്പം മത്സരങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. 998 പോയിന്റോടെ രണ്ടാം സ്ഥാനത്ത് കോഴിക്കോട് ജില്ലയാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ തൃശ്ശൂർ ജില്ലയാണ് ഉള്ളത്. 993 പോയിന്റോടെ കോഴിക്കോട് ജില്ല തൊട്ടു പിന്നിൽ തന്നെ മൂന്നാം സ്ഥാനത്തായി ഉണ്ട്. ഇതോടൊപ്പം തന്നെ പാലക്കാടുള്ള ഗുരുകുലം BSS സ്കൂളാണ് സ്കൂൾ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. ഏകദേശം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഈ സ്കൂൾ ഉറപ്പിച്ചു. കാരണം രണ്ടാം സ്ഥാനത്തുള്ള സ്കൂളിന് 157 പോയിന്റ് മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ BSS ഗുരുകുലം സ്കൂൾ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ആവേശകരമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ കലോത്സവം അവസാന ഘട്ടത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. 4 മണിക്ക് സമാപന സമ്മേളനം. മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാലാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. അതോടൊപ്പം തന്നെ നമുക്ക് ഈ കലോത്സവത്തിൽ കുറച്ച് അതിഥികൾ കൂടി നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. നമുക്ക് സമയപരിമിതി ഉണ്ട് എന്നറിയാം. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സമയം നമുക്ക് ഈ ഒരു അതിഥികളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. ഈ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നാടക മത്സരങ്ങളിൽ മികച്ച നടനും നടിയുമായി തിരഞ്ഞെടുത്ത 4 പേരാണ്. 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളുമുണ്ട്. ഏത് പേരെന്തായിരുന്നു? അനാമിക. നാടകം ഏതായിരുന്നു? ഇരവി നാടകം. അതിലെ മികച്ച നടിയായിട്ട് ഏത് സ്കൂളായിരുന്നു? നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, കൊളത്തൂര്, മലപ്പുറം ജില്ല. വിജയ്. നാടകത്തിന്റെ പേര് തട്ടം, കോഴിക്കോട് ജില്ല, മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിനായിരുന്നു മികച്ച നടനായി. ഹയർ സെക്കൻഡറി വിഭാഗം. അതെ. അന്നാറോസ് ഡെന്നി. ഞാൻ പോക്ക് എന്ന നാടകത്തിലാണ് മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. സെന്റ് മേരീസ് HSS എടൂർ, കണ്ണൂർ നിന്നാണ് വരുന്നത്. പേരെന്താ? ഫ്ലെവിൻ. പോക്ക്. രണ്ടുപേരും. അപ്പോൾ ഇങ്ങനെ 4 പേരാണ് ഈ ഒരു നാടകത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഏറ്റവും മികച്ച നടന്മാരുമായും അതോടൊപ്പം തന്നെ നടിമാരുമായും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ചെറിയൊരു ഭാഗം ആ നാടകത്തിനൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി, ജനം TV പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് കാണിക്കാം. ശരി തമ്പ്ര, ഓനെ ഞാൻ ആദ്യമായി കാണുമ്പോ കബളിന്ന് കിനിഞ്ഞിറങ്ങണ കണ്ണീരുണ്ടായിരുന്നു. ആ കണ്ണീര് ചങ്കിന്ന് വന്നതാണെന്നാ, ചാട്ടിന്ന് വന്നതാണെന്നാ മനസ്സിലാക്കാൻ പറ്റിയില്ല. ഞാളെ വർഗം തോച്ചു പോണതു ആ കണ്ണീരിന്റെ മുന്നിലെന്നാ. വളരെ ഗംഭീരമായിരുന്നു. സൂപ്പർ. എങ്ങനെ കൊടുക്കാതിരിക്കും? അതാണ് ഞാൻ ഇപ്പോൾ ഇത് കണ്ടപ്പോൾ ആലോചിച്ചു വന്ന സാധനം. ഒന്ന് അവതരിപ്പിക്കാമോ ചെറിയ ഒരു ഭാഗം? ഓ, അത് കരിഞ്ചാമുണ്ടിന്റെ കഥയല്ലേ ഉറക്കിയിൽ തേച്ചും. പെട്ടെന്ന് ഞെട്ടി ഉണർന്നപ്പോ പെണ്ണുണ്ട് മുന്നിൽ ഈ കോലത്തില്. ഞാൻ കരുതി ആലിത്തയ്യത്തിന്റെ വീടര് പകപോക വന്നതാന്ന്. ഗംഭീരം, സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളി, നല്ല അഭിനയം. ഒന്ന് അവതരിപ്പിക്കാമോ? ശബ്ദത്തിൻ്റെ ഒരു വിധിയുണ്ട്. കുറച്ച് സൈഡ് ഇവിടെ നിന്ന് ഈ കാലാവസ്ഥ ഒക്കെ ബുദ്ധിമുട്ടായിട്ടുണ്ടാവില്ലേ? ശബ്ദം ചെറിയ രീതിയിൽ എന്നാ കേട്ടോ. കോട്ടയം ഈരാറ്റുപേട്ട കൂഴപ്ലാമൂട്ടിൽ കുഞ്ചെറിയ മകൾ അന്നക്കുട്ടിയും ഈ ഇരുന്ന് കട്ടിക്ക് വിറക്കുന്ന നിന്റെ തന്ത കുന്തിരിക്കാൻ പുകച്ചേർ തവറാച്ചനും കൂടി ഇറച്ചിയും മീനും മുട്ടയും പാലും പോലും തൊടാണ്ടൊരാണ്ട് നോയമ്പെടുത്ത് 16 വീട് തെണ്ടിക്കൊണ്ടേ മാഹിലമ്മയ്ക്ക് നേർച്ചയിട്ട് കിട്ടിയ കടിഞ്ഞൂൽ പുത്രനാണ് നീയെങ്കിൽ എൻ്റെ പൊന്നും കൊടുത്ത മകനെ KK ഷിൻഡോ അതിന് വെച്ച വെള്ളം എൻ്റെ കൊച്ചങ്ങ് വാങ്ങി വച്ചേര് വീട്ടിലൂണ്. അത് മതി. തകർത്തു. ഗംഭീരം, സൂപ്പർ. ഒന്നും പറയാനില്ല. ഇനി നമ്മുടെ ഫ്ലെവിൻ ടോം കുര്യനുണ്ട്. മികച്ച നടൻ ആണ് പോക്ക് എന്ന നാടകത്തിലെ ഒരു ചെറിയ ഭാഗം പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന്. ഓഹോ, റൊമാൻസ്, വാർദ്ധക്യ സഹജമായ റൊമാൻസ്. സ്വന്തം കടിഞ്ഞുൾപുത്രന്റെ പോക്ക് മുടക്കിയിട്ട് രണ്ടാളും കൂടി യാത്രാ വിവരണം പറഞ്ഞ് സന്തോഷ് ജോർജ് കുളങ്കര കളിക്കുന്നു. ശരിയാക്കി തരാം.
ഇതാണ് ശ്യാംബാബു, നമ്മൾ കലയുടെ കാഴ്ചകളാണ് നമുക്ക് എവിടെ നോക്കിയാലും ഇത്രയും മനോഹരമായി തന്നെ ശിവദാസനും ഈ നാലുപേരും ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമുണ്ട്. ശിവദാസൻ അങ്ങ് നല്ലൊരു പെർഫോമർ കൂടിയാണ്. അങ്ങ് ഒരുപാട് നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങയുടെ ആ മുഖത്ത് കാണാം ആ ഒരു റിയാക്ഷൻ. തീർച്ചയായിട്ടും ഞാനും ഇതുപോലെ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. പഠിക്കുന്ന സമയങ്ങളിലൊക്കെ നാടകങ്ങളിൽ അഭിനയിച്ചിരുന്നു. നാട്ടിൽ ഒരു ഗ്രൂപ്പുണ്ട്, നാടക ഗ്രൂപ്പുണ്ട്. പ്രൊഫഷണലായി പോകുന്നില്ല എങ്കിൽ പോലും വ്യത്യസ്ത ക്ലബ്ബുകളുടെ പരിപാടികൾക്കൊക്കെ നാടകങ്ങളുമായി പോകാറുണ്ട്. എന്തായാലും ഇവിടെ വന്നപ്പോൾ വലിയ സന്തോഷമായി. ഒരുപാട് നാടകങ്ങൾ, മികച്ച നടിമാർ, വ്യത്യസ്ത നാടകങ്ങൾ ഉണ്ടായിരുന്നു. വ്യത്യസ്തമായ കാമ്പുള്ള മികച്ച കഥാപാത്രങ്ങൾ ഉള്ള നാടകങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പരിപാടികൾ വളരെ മനോഹരമായി തന്നെ അത് തൃശ്ശൂർ പൂർണ്ണമായും അത് ഏറ്റെടുത്തു എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്നത്. തീർച്ചയായും നാടകങ്ങൾ നാടിൻ്റെ കൂട്ടായ്മയാണ്. അത്തരത്തിലുള്ള വെള്ളരി നാടകങ്ങളൊക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കേട്ടിരിക്കും. അങ്ങനെ നാടകം ഒരു സംസ്കാരത്തിൻ്റെ കൂടി ഭാഗമാകുകയാണ്. വലിയ രീതിയിൽ സന്തോഷത്തിൻ്റെ ഒക്കെ ഒരു ഭാഗം കൂടിയാണ്, കൂട്ടായ്മ കൂടിയാണ് നാടകങ്ങൾ. ശിവദാസ് കന്മനമാണ് വിശദാംശങ്ങൾ നൽകിയത്.